ശ്രീ ഷാനിബ്, താങ്കൾ ശ്രദ്ധിച്ചു കാണും തൗഫീഖിന്റെ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. അതായത് പ്രതിഷേധക്കാരുടേത് ഇരട്ടത്താപ്പ് മാത്രമാണ്, അതിനപ്പുറത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിസന്ധിയൊന്നും നേരിടുന്നില്ല. കോൺഗ്രസ് ഒരേ സ്വരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ളതാണ്. പക്ഷേ പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങനെയല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ രാജി എന്ന ആവശ്യം നിലപാട് ഘടിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ എം വി ഗോവിന്ദന്റെ പ്രതികരണം വരുമ്പോഴും രാജിയാണ് വേണ്ടത് എന്ന ആവശ്യത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. പക്ഷേ എന്തുകൊണ്ട് സമാനമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ CPIയും ഇതുപോലെ നിലപാട് സ്വീകരിച്ചില്ല എന്ന പ്രതിരോധമാണ് അവർ ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ ഷാനിബ്, ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ പത്രക്കാരെ കാണേണ്ട സമയത്ത് പത്രക്കാരെ കാണും. അയാൾ രാജിവെച്ചില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ഇതിൽ നിന്ന് രാജിവെച്ചില്ലേ? എന്താണ് സംഭവം? ഏത് കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇന്ന് ഏറ്റവും അവസാനം കേരളത്തിലെ ജനങ്ങൾ കേട്ട ആ വോയിസ്, അത് അഭിലാഷം കേട്ടിട്ടുണ്ടാവില്ലേ? ഏത് രീതിയിലാണ് ഈ MLA ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത്? ആ പെൺകുട്ടി തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണ്? അതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ കേട്ടും കണ്ടും ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ എന്ത് രീതിയിലാണ് ഇതിനെതിരെ മറുപടി പറയാൻ പോകുന്നത്? ഇതൊക്കെയാണോ ഇവരുടെ മറുപടി? ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തെ കുറിച്ചെല്ലാം പറയുന്നു. അതുകൊണ്ടാണോ ഇപ്പോഴും അയാൾ MLA ആയി തുടരുന്നത്? ഞാൻ ചോദിക്കുന്നത്, ധാർമ്മികത എന്ന് പറയുന്ന ഒരു അല്പമെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാൾക്ക് ഇതുപോലെ പറയാൻ സാധിക്കും? ഒരു ചെറുപ്പക്കാരനല്ലേ തൗഫീഖ്, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സുഹൃത്തുക്കൾ ഉണ്ടാവില്ല? അദ്ദേഹത്തിന്റെ സഹോദരന്മാരുണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഒരു പെൺകുട്ടിക്ക്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളെ പോലും ഇതുപോലെ ക്രൂരമായ അദ്ദേഹത്തിന്റെ ഫാന്റസിക്കായി ഉപയോഗിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ പോലും അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ തൗഫീഖ് തരം താഴുന്നു എന്നുള്ളത് എത്രത്തോളം വിഷമകരമാണ്. ഈ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലുള്ളത് ആകെ 4-5 പെൺകുട്ടികളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4-5 സ്ത്രീകളാണ്, യുവതികളാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ളത്. 250, 200, 250ഓളം ഭാരവാഹികളുള്ള കമ്മിറ്റിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാളുടെ ഓഫീസിലേക്ക് എത്ര സ്ത്രീകൾക്ക് വരേണ്ടി വരും? എത്ര യുവതികൾക്ക് വരേണ്ടി വരും? വിദ്യാർത്ഥിനികൾക്ക് വരേണ്ടി വരും? വീട്ടമ്മമാർക്ക് വരേണ്ടി വരും? അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർക്ക് MLAയുമായി കാര്യങ്ങൾ ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരില്ലേ? അങ്ങനെ സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു ഇടമായി ഈ പറയുന്ന പാലക്കാട് MLAയുടെ ഓഫീസും അയാൾ നിൽക്കുന്ന ഇടവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അയാളെ പിന്നെയും MLA ആയി അവിടെ തന്നെ നിർത്താൻ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഇവർക്ക് പറയാൻ സാധിക്കുക? ഇവർക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ബീഹാറിൽ നിന്ന് ബാംഗ്ലൂർ വഴി ഇന്ന് കേരളത്തിലെത്തി ഇയാൾക്ക് വേണ്ടി മറ്റേ സൈക്കോപാത്തിന് വേണ്ടിയിട്ട് വാദിച്ച ഒരാളുണ്ടല്ലോ, പാലക്കാട് മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ എന്ന മനുഷ്യൻ. അയാൾക്ക് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തുകൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലെ വന്ന് ന്യായീകരിക്കാൻ ആരെങ്കിലും തയ്യാറാവും? ബഹുമാന്യായ VD സതീശനും ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു അല്പമെങ്കിലും മാറ്റമുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് ഒരു രക്ഷകനെ പോലെ ഇയാൾ ബീഹാറിൽ നിന്ന് ബാംഗ്ലൂർ വഴി കേരളത്തിലെത്തി ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്ത സൈക്കോപാത്തായിട്ടുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ഒരു ജനപ്രതിനിധിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാണകെട്ട രീതിയിൽ അയാളെ സഹായിക്കാൻ വേണ്ടി, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ഈ കേരളം കേട്ടത്. ഈ കേരളത്തിൽ പരാതി പറഞ്ഞൊരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുന്നില്ലേ? ഒന്നല്ല, ഒന്നിലധികം, 1, 2, 3, 4 എന്ന നിലയിൽ ധാരാളം പെൺകുട്ടികൾ, പരാതി പറഞ്ഞ പെൺകുട്ടികൾ അപ്പുറത്ത് നിൽക്കല്ലേ? അവർ ഇയാൾ പറയുന്നത്, ഇയാൾ ഒരു ജനപ്രതിനിധിയല്ലേ, ഒരു MP അല്ലേ? അയാൾ പറയുന്നത് ആ പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടാവില്ലേ? ആ പെൺകുട്ടികളെ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടാവില്ലേ? റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തുറന്ന് മുൻപിൽ വന്നു നിന്ന് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? പിതാവിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ആ പറഞ്ഞതിന് ശേഷവും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും വീണ്ടും എൻ്റെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് അയച്ച സാഹചര്യമുണ്ടായി എന്നൊരു പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി പറഞ്ഞിട്ടും ഇയാളെ വീണ്ടും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട ഒരു കൂട്ടമായി ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും, എത്ര യൂത്ത് കോൺഗ്രസ്സുകാരാണ് അപമാനഭാരം കൊണ്ട് തല താഴ്ത്തി കേരളത്തിൽ നിൽക്കുന്നതെന്ന് ഇവർ ഓർക്കണം. എത്ര കോൺഗ്രസ്സുകാരാണ് തലയുയർത്തി പിടിക്കാൻ കഴിയാതെ ഈ ജനങ്ങളുടെ മുമ്പിൽ, സ്ത്രീകളുടെ മുമ്പിൽ, അമ്മമാരുടെ മുമ്പിൽ
തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാതെ എത്ര യൂത്ത് കോൺഗ്രസ്സുകാർ അപമാനഭാരത്തോടെ ഈ കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ പറയുന്ന ഷാഫി പറമ്പിലും VD സതീശനുമാണ്. VD സതീശൻ തന്റെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ഒരു പക്വമായ നിലപാടിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇദ്ദേഹം നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ട് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ട്, അയാൾ രാജിവെക്കില്ല എന്ന് പറയുന്നത്. ഇവർ ഒരുമിച്ച് നടത്തിയ കുറെ കള്ള കേസുകളുണ്ട്, ഇവർ നടത്തിയ പണമിടപാടുകളുണ്ട്, ഇവർ നടത്തിയ വ്യാജ ID കാർഡ് ഉണ്ട്, ഇവർ നടത്തിയ പ്രളയ ഫണ്ട് മുക്കിയ കേസുണ്ട്, ഇവർക്ക് ഇൻകാസ് വഴി 1 കോടിയോളം രൂപ പ്രളയ ഫണ്ട് സഹായത്തിന് കൊടുത്ത പൈസ മുക്കിയതിന്റെ പരാതി KPCയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനും, നിങ്ങൾ ചോദിച്ചു ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ പാടുമെന്ന് ചോദിച്ചു, കോൺഗ്രസ്സുകാരൻ എന്നല്ല, ഇവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല, ഒരു സാധാരണ മനുഷ്യനും ഒരു പെൺകുട്ടിയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിരവധി പെൺകുട്ടികളോട് ചെയ്തതിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നിട്ട് ഒരു മര്യാദയും ഇല്ലാതെ, ഒരു ഉളുപ്പും ഇല്ലാതെ അതിനെ ന്യായീകരിക്കാൻ അതാണ് ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് തൗഫീഖ് ഒരിക്കൽ കൂടി